നമസ്കാരം. 15 വർഷത്തിന് ശേഷം അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നിലവിൽ 40ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യാത്രക്കാരും തന്നെ രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഔദ്യോഗിക കൃത്യങ്ങൾ യാത്രക്കാരും തന്നെ രക്ഷപ്പെട്ടിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോട്ടോമാക് നദിയിലും പരിസര പ്രദേശങ്ങളുമായി വൻതോതിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെർച്ച് ലൈറ്റുകൾ ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളും ബോട്ടുകളുമൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനമല്ല, മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് എന്നാണ് അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനെ അറിയിച്ചിട്ടുള്ളത്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല എങ്കിലും ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായി പ്രത്യേക സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 300ഓളം പേരാണ് രക്ഷാപ്രവർത്തനത്തിനായി സർക്കാർ നിയോഗിച്ചിരുന്നത്. 2009 ന്യൂയോർക്കിലെ ബഫലോയിലുണ്ടായ വിമാനാപകടത്തിൽ ഏതാണ്ട് 50 പേരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. അതിനുശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനാപകടമാണ് ഇത്. അമേരിക്കൻ എയർലൈൻസിൻ്റെ അപകടത്തിൽപ്പെട്ട വിമാനം കൻസാസിലെ വിജിതയിൽ നിന്നാണ് 64 യാത്രക്കാരുമായി പുറപ്പെട്ടത്. വിമാനത്താവളത്തോട് അടുക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് പൈലറ്റിനോട് പറഞ്ഞത് 33-ാം നമ്പർ റൺവേയിലേക്ക് വിമാനം ഇറക്കാനാണ്. തുടർന്ന് അതിനുള്ള നടപടികളുമായി വിമാനത്തിൻ്റെ പൈലറ്റ് മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ. അതേസമയം ഇതൊരു പുതിയ റൺവേ ആണ്. നേരത്തെ ഇത്തരം യാത്രാ വിമാനങ്ങൾ മറ്റ് റൺവേകളിലാണ് ഇറങ്ങുമായിരുന്നത്. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റും ഒരുപക്ഷെ ഈ വിമാനം മറ്റേത് റൺവേയിൽ ഇറങ്ങാൻ പോവുകയാണ് പതിവ് പോലെ എന്ന് തെറ്റിദ്ധരിച്ചാണോ ഈ റൺവേയിലേക്ക് ഹെലികോപ്റ്ററും എത്തിയത് എന്ന് സ്വാഭാവികമായും ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട്. ഇതിന് വലിയ അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്ന മറ്റൊരു വലിയ വിഭാഗമുണ്ട് എങ്കിൽ പോലും ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനെ അബദ്ധം പറ്റിയതാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഇതൊരു പരിശീലന പറക്കലായിരുന്നു ഹെലികോപ്റ്റർ നടത്തിയതെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമയത്ത് ഹെലികോപ്റ്റർ നിയന്ത്രിച്ചിരുന്നത് പൈലറ്റ് തന്നെയാണോ ഏതെങ്കിലും പരിശീലനം നടത്തുന്ന വ്യക്തികളാണോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇതിനിടയിലാണ് വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് വിമാനം രണ്ടായി പിളർന്ന് അടുത്തുള്ള പോട്ടോമാക് നദിയിലേക്ക് പതിക്കുന്നത്. വിമാനം ഏതാണ്ട് 7 അടിയോളം താഴ്ചയിലേക്കാണ് വെള്ളത്തിൽ വീണ് പോയത്. ഹെലികോപ്റ്റർ നദിയിൽ തന്നെ തലകീഴായി കിടക്കുകയായിരുന്നു. രാത്രികാലമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം കുറച്ച് തടസ്സം നേരിട്ടുവെങ്കിലും പിന്നീട് എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആസ്ഥാനമായ വൈറ്റ് ഹൗസിൻ്റെ വളരെ അടുത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് എങ്ങനെ എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ അന്വേഷിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സർക്കാരും നോക്കിക്കാണുന്നത്. ഇത്തരം വിമാനാപകടങ്ങൾ നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ ടവറിലുള്ളവരുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് തനിക്ക് സംശയമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള വലിയൊരു വിമാനാപകടം ഉണ്ടായതും അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകളെക്കുറിച്ചുമൊക്കെ തന്നെ ഇപ്പോൾ ഏറെ വാർത്തകൾ പ്രചരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു വിമാനാപകടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത്. പലരും നിരവധി സംശയങ്ങളാണ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.